കൊടുങ്കാറ്റടിച്ചിട്ടും ഇത്രയ്ക്കിത്ര നീളമുള്ള ഒരു വഞ്ചി മറിഞ്ഞു എന്ന് എഴുതിയിട്ടില്ല. അത്ഭുതമല്ലേ? ദൈവം കൂടെയുള്ള ഒരു വഞ്ചിയും മറിയത്തില്ല. ദൈവം കൂടെയുള്ള ഒരു ജീവിതവും മറിയില്ല. ദൈവം കൂടെയുള്ളവൻ്റെ ബിസിനസ് മറിയത്തില്ല. ദൈവം കൂടെയുള്ളവൻ്റെ ഭാവി മറിഞ്ഞു വെള്ളം കുടിക്കില്ല. ദൈവം കൂടെയുള്ളത് നിസ്സാരമല്ല. ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ കൂടെയുള്ളെന്ന് പറയുന്നത് നിസ്സാരമാണോ? അത് വിലയുള്ളൊരു കാര്യമല്ലേ? ഈ നാട്ടിലെ ഒരു മന്ത്രി എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതുപോലും ഒരു വില. അപ്പോഴാണ് പറയുന്നത്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് നിസ്സാരമല്ല. കൊടുങ്കാറ്റിന് പോലും നിന്നെ മറിക്കാൻ പറ്റില്ല. അതിൻ്റെ താഴെയുള്ളൂ ബാക്കിയെല്ലാം. അത്ര ശക്തിയുള്ളതായി നീ മാറും ദൈവം കൂടെ ഉണ്ടെങ്കിൽ. എഴുതിയിരിക്കുന്നു, കൊടുങ്കാറ്റടിച്ചു, തിരമാലകൾ വഞ്ചിയിലേക്ക് എങ്ങനെ അടിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്? ആഞ്ഞടിച്ചു. ആഞ്ഞടിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് മറിഞ്ഞു പോകേണ്ടതാ. എന്താ നിങ്ങളെ ഇപ്പോൾ ആഞ്ഞടിക്കുന്നത്? ഏത് കാര്യമാണ് നിങ്ങളുടെ കുടുംബത്തെ ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്? കാറ്റിന്റെ രൂപത്തിൽ ആഞ്ഞടിക്കുന്നത് എന്താണ്? ഇതേ പ്രശ്നം വേറൊരാൾക്ക് വന്നപ്പോൾ അയാൾ പണ്ടേ തകർന്നു പോയി. എന്താ നിങ്ങൾ തകരാത്തത്? നിങ്ങളുടെ കൂടെ ദൈവം ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും നിങ്ങൾ മറിയാതെ നിൽക്കുന്നത്. ഈ വെള്ളത്തിൽ നിങ്ങൾ നിൽക്കുന്നത്, ഈ പ്രതിസന്ധിയുടെ കാറ്റിൻ്റെ മുമ്പിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. അല്ല, ഈ പ്രശ്നത്തിൽ ഇത്രയും വർഷങ്ങൾ എങ്ങനെ ജീവിച്ചു? നിങ്ങളൊന്ന് പുറകോട്ട് നോക്കിക്കേ. നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും, ഈ നൂൽപ്പാലത്തിലൂടെ ഞാൻ എങ്ങനെ ഇവിടെ എത്തി? നിന്റെ മിടുക്ക് കൊണ്ടോ, ശക്തി കൊണ്ടോ, കഴിവ് കൊണ്ടോ, സർട്ടിഫിക്കറ്റിന്റെ പിൻബലം കൊണ്ടോ അല്ല. ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഓരോ വീട്ടിലുള്ളവരെയും നോക്കി, ഓരോ വീട്ടിന്റെ സാഹചര്യത്തെ നോക്കിയിട്ട് ഈ വചനത്തിലൂടെ ഞാൻ പറയുന്നു, ദൈവം നിന്റെ കൂടെ ഉണ്ട്. അതാ നീ മറിയാത്തത്, അതാ നീ വീണ് പോകാത്തത്. അല്ലെ, പണ്ട് നാലായി മറിഞ്ഞ് നാല് വഴിക്കായി പോയേനെ. ആ കാറ്റിൽ നിന്റെ വഞ്ചിയും പല കഷ്ണങ്ങളായി ചെതറി, പല കഷ്ണങ്ങളായി പല സ്ഥലത്ത് ചെതറിപ്പോയേനെ. കൊടുങ്കാറ്റിന് പോലും ദൈവം കൂടെയുള്ളവനെ മറിക്കാൻ പറ്റില്ല. ആഗ്രഹമുണ്ട് കാറ്റിന് മറിച്ചിടണമെന്ന്, തകർക്കണമെന്ന്, അത് മുങ്ങിപ്പോണമെന്നൊക്കെ. കാറ്റിനൊരു ശീലമുണ്ട്, എല്ലാവരെയും മറിച്ചിട്ടൊരു ശീലമാണ് കാറ്റിന്. അതാ പറയാനുള്ളൂ, ഞാൻ എത്ര വലിയവനെ മറിക്കും, ഏത് വലിയ മരത്തെ ഞാൻ അടിച്ച് തകർക്കും. കാറ്റിങ്ങനെ പറയും, ഞാൻ എല്ലാത്തിനെയും തകർത്തിട്ടേ ഉള്ളൂ. കാറ്റിനിങ്ങനെ പറയാനുണ്ട് ഒരുപാട് കാര്യം. പക്ഷേ ദൈവമുള്ള ഇത്തിരി പോകുന്നൊരു വഞ്ചീനെ മറിച്ചൊന്ന് കാറ്റ് പറയില്ല. ദൈവം കൂടെയുള്ളവനെ കൊടുങ്കാറ്റിന് പോലും ആഞ്ഞടിച്ചാൽ പോലും തകർക്കാൻ പറ്റില്ല. അതാണ് മറിയത്തോട് പറഞ്ഞത്, കർത്താവ് നിന്റെ കൂടെ, ദൈവം നിന്റെ കൂടെ ഉണ്ട്. അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിക്കാമോ? തിരമാല വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു. അടുത്ത വാക്യം, വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. അതൊരു അപകട സൂചനയാണ് കേട്ടോ, നിസ്സാരമല്ല. വായിക്കുമ്പോൾ ഫ്രീ ആയിട്ട് അങ്ങ് വായിച്ച് 10 മിനിറ്റ് കൊണ്ട് തീർക്കാം, വേണ്ട 2 മിനിറ്റ് കൊണ്ട് തീർക്കാം. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു, വഞ്ചിയിൽ വെള്ളം നിറഞ്ഞു. യാഥാർത്ഥ്യം ചിന്തിച്ചേ. അതിൻ്റെ ആ വള്ളത്തിൽ ഇരുന്നുകൊണ്ട് ചിന്തിച്ച, വെള്ളം വള്ളത്തിൽ കയറുന്നത് അപകട സൂചനയാണ്. മുങ്ങിപ്പോവും, മറിയും. ബോട്ട് അപകടം, വലിയ ബോട്ടുകൾ പോലും, വലിയ കപ്പൽ പോലും മറിഞ്ഞു പോവും. അപ്പോഴാണോ വഞ്ചി വെള്ളം കയറിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മളും പറയും, ചിലതൊക്കെ മുക്കാൻ എൻ്റെ ജീവിതത്തിലേക്കും ചിലതും ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, സാഹചര്യത്തിലേക്കും വന്ന് നിറയുന്നത് നമ്മളെ മുക്കി താഴ്ത്താനാണ്. ചുഴിയിൽപ്പെട്ട അവസ്ഥ കണ്ടിട്ടില്ലേ? രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, കയ്യും കാലും ഇട്ട് അടിക്കും. പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴും അതേ സ്ഥലത്ത് കിടപ്പുണ്ടാവും. ആഗ്രഹമുണ്ട് അപ്പുറം എത്രയൊന്ന്, പക്ഷെ നടക്കില്ല. ആ ചുഴി നിന്നെ ആ വട്ടത്തിനകത്ത് പുറത്തു വിടില്ല. ചില ജീവിതങ്ങൾ ചുഴിയിൽപ്പെട്ടതുപോലെയാണ്. പക്ഷേ തിരമാലകൾ ആഞ്ഞടിച്ചാലും, എത്ര വലിയ ശക്തികൾ നിന്നെ തകർക്കാനും മുക്കാനും നോക്കിയാലും, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നീ തകർന്നു പോകത്തില്ല. അതാ മറിയത്തിന് കിട്ടിയ ഒരു ദർശനം, ദൈവം നിന്റെ കൂടെ ഉണ്ട്. നിങ്ങളും ഹൃദയത്തിൽ കരങ്ങൾ വച്ചിട്ട് എന്നും പ്രാർത്ഥിക്കണം, ദൈവം എൻ്റെ കൂടെയുണ്ട്. ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയണം, ദൈവം നിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ.
ദൈവം നിൻ്റെ കൂടെയുണ്ട്. അതൊരു വലിയ ബലമാണ്. ദൈവം എൻ്റെ കൂടെയുണ്ട്. നിൻ്റെ പ്രസ്ഥാനത്തോടുകൂടെ ദൈവമുണ്ട്. നിൻ്റെ മിനിസ്ട്രിയോടുകൂടെ ദൈവമുണ്ട്. നീ ആഗ്രഹിക്കുന്ന കുടുംബജീവിതം ദൈവം കൂടെയുണ്ട്. നിൻ്റെ മക്കൾ പഠിക്കാൻ പോയിരിക്കല്ലേ, പേടിക്കുമെന്നുണ്ട്, ദൈവം അവരുടെ കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ട്. ദൈവം കൂടെയുള്ളത് നിസ്സാരമല്ല, അത് ഗൗരവമുള്ളൊരു കാര്യമാണ്. അടുത്ത വാക്യത്തിലേക്ക് വരികയാണ്. 38-ാമത്തെ വാക്യം. യേശു അമരത്ത് തലയണ വച്ച് ഉറങ്ങുകയായിരുന്നു. ആ വാക്ക് ചേരുമോ ഇല്ലയോ നിങ്ങൾ പറ. ഇത്രയും പ്രശ്നമുള്ള സമയത്ത് എങ്ങനെ ഉറങ്ങാൻ പറ്റും? ഇതൊരു സൂചനയാണ്. യേശു അവിടെ ഉണ്ടായിരുന്നു. അമരത്ത് എന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തുകൊണ്ടാണ് ഈ വള്ളം, ഈ വഞ്ചി മറിയാതിരുന്നറിയാമോ? അമരത്തൊരു യേശു ഉണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അമരം എന്ന് പറഞ്ഞാൽ ഒരു അമരം എന്നൊരു ഭാഗമുണ്ട് ഓരോ വള്ളത്തിലും ഓരോ വഞ്ചിയിലും. അമരത്ത് കർത്താവ് ഉണ്ടായിരുന്നു. ഒരു ചോദ്യം ചോദിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പ്രാർത്ഥനയുടെ ദിനങ്ങൾ പോകുമ്പോൾ ജീവിതത്തിൻ്റെ അമരത്ത് ദൈവമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ അമരത്ത് ദൈവമുണ്ടോന്ന്? നിങ്ങളുടെ ബിസിനസ്സിൽ കണക്ക് കൂട്ടിയും രാവിലെ കട തുറന്നു, വൈകുന്നേരം അടച്ചു, തിരിച്ചു വന്നു, പാർട്ടിക്ക് പോയി, ബർത്ത്ഡേ പാർട്ടി പോയി, ആ ഒരു കാര്യത്തിന് പോയി, കുറെ ഭക്ഷിച്ചു. ജീവിതത്തിന്റെ അമരത്ത് ദൈവമുണ്ടോ? ബർത്ത്ഡേ പാർട്ടി, ആ പാർട്ടി, ഈ പാർട്ടി, നമുക്ക് തിരക്കോട് തിരക്കാ. ഇരിക്കാൻ നേരമില്ല, കിടക്കാൻ നേരമില്ല, പ്രാർത്ഥിക്കാൻ നേരമില്ല, വചനം വായിക്കാൻ നേരമില്ല, ആരാധനിക്കാൻ നേരമില്ല. ജീവിതത്തിന്റെ അമരത്ത് ദൈവമില്ലെങ്കിൽ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. അത് അപകടമാണ്. അല്ലെങ്കിൽ ചിലതൊക്കെ നിന്നെ മറിച്ചും താഴ്ത്തിയും കളയും. കാറ്റ് നിസ്സാരക്കാരനല്ല, വെള്ളവും നിസ്സാരക്കാരനല്ല. ഇത് രണ്ടിനും അസാധാരണ ശക്തിയുള്ളതാണ്. വെള്ളം വലിച്ചു താഴ്ത്തും, കാറ്റ് മറിച്ചിടും ഏത് വലിയവനെയും. പക്ഷേ അമരത്ത് കർത്താവുണ്ടെങ്കിൽ നീ മറിയത്തില്ല. നിന്റെ ജീവിതം മറിഞ്ഞു പോകില്ല. ഒരുപാട് പേരുടെ ജീവിതങ്ങൾ മറിഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരുടെ ജീവിതം ചില വെള്ളം കയറി മുങ്ങിപ്പോയതും കണ്ടിട്ടുണ്ട്. അവരുടെ ഒന്നും ജീവിതത്തിൽ കർത്താവില്ലായിരുന്നു എന്നുള്ളത് ഒരു സത്യമുള്ള കാര്യമാണ്. എന്നാൽ മറ്റൊരു സത്യം പറയട്ടെ, അമരത്ത് കർത്താവുള്ള ഒരാളുടെ ജീവിതവും ഈ ലോകത്ത് എവിടെയും മറിഞ്ഞും താഴ്ന്നും തകർന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അത് വിശ്വസിച്ചേറ്റെടുത്തു. കർത്താവ് എഴുതിയിട്ടുണ്ട് അടുത്ത വാക്യത്തിൽ. യേശു അമരത്ത് തലയണ വെച്ച് അവിടെ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധിയിൽ കർത്താവ് ഉണ്ടായിരുന്നു. ആ കൊടുങ്കാറ്റിൽ കർത്താവ് ഉണ്ടായിരുന്നു. ആ തിരമാലയുടെ ആഞ്ഞടിക്കലിന്റെ അവസ്ഥയിലും ദൈവം ഉണ്ടായിരുന്നു കൂടെ. അതുകൊണ്ടൊക്കെയാ മുങ്ങിപ്പോകാത്തത്. എൻ്റെ മിടുക്ക് കൊണ്ടും ശക്തി കൊണ്ടുവാ ഞാൻ പിടിച്ചു നിൽക്കുന്നതെന്ന് പറയരുത്. ദൈവം നിങ്ങളെ പിടിച്ചു നിർത്തിയത് കൊണ്ടാണ്. അമരത്ത് കർത്താവ് ഉണ്ടായിരുന്നു. അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്. അവർ അവനെ വിളിച്ചുണർത്തി. എന്താ ഈ 33 ദിവസത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? ദൈവത്തെ ഈ പ്രതിസന്ധിയിൽ വിളിച്ചുണർത്തുന്ന കാലമാണിത്. ദൈവത്തെ ഈ പ്രതിസന്ധിയിൽ, ഈ കൊടുങ്കാറ്റിൽ, ഈ തിരമാലയിൽ, ഈ അവസ്ഥയിൽ ദൈവത്തെ വിളിച്ചുണർത്തുവാണ്. ജീവിതത്തിന്റെ അമരത്ത് കർത്താവുള്ള ആ ദൈവത്തെ വിളിച്ചാൽ ഉണരുന്നൊരു ദൈവം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്ത് നിൽക്കുന്നൊരു ദൈവമുണ്ട്. വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരോ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? ചോദിച്ചു. അപ്പൊ അടുത്ത വാക്യം അതിന് മറുപടിയല്ലേ കൊടുക്കേണ്ടത്? 39-ാമത്തെ വാക്യം നോക്കൂ. അവൻ ഉണർന്നു. എപ്പോഴാ ഉണർന്നത്? തിരമാലയുടെ ഒച്ച കേട്ടിട്ട് ഉണർന്നു എന്നല്ല. തിരമാല വന്നടിച്ച് വെള്ളം കയറിയപ്പോൾ കാല് നനഞ്ഞു, വസ്ത്രം നനഞ്ഞു, അപ്പോൾ എഴുന്നേറ്റു എന്നല്ല. ശരിക്കും അങ്ങനെയല്ലേ എഴുന്നേക്കേണ്ടത്? വലിയ കാറ്റടിക്കുമ്പോൾ നമ്മൾ എഴുന്നേക്കില്ലേ? വലിയ മഴ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ എഴുന്നേക്കും. വലിയ മഴയൊക്കെ വരുമ്പം. ഇത് മഴ വന്നിട്ടും എഴുന്നേറ്റില്ല, കാറ്റ് വന്നിട്ടും എഴുന്നേറ്റില്ല, തിരമാല ആഞ്ഞടിച്ച് വള്ളം കടന്ന് ഇളകിയപ്പോഴും എഴുന്നേറ്റില്ല. എപ്പോൾ എഴുന്നേറ്റു? പ്രാർത്ഥന ഉയർന്നപ്പോൾ ദൈവം എഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, ഇന്നും അങ്ങനെയാണ്. ഇന്നും അങ്ങനെ വിളിച്ചുണർത്തേണ്ടത് ഞാനും നിങ്ങളുമാണ്. അപ്പോൾ നമ്മളെല്ലാം ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നവരാണ്. എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെ ചിന്തിക്കും. വിളിച്ചുണർത്തുന്നവർക്ക് വേണ്ടി ദൈവം ഉണർന്നെഴുന്നേൽക്കും. അതാരായാലും, ഏത് അവസ്ഥയിലുള്ള ആളാണേലും. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിങ്ങളുടെ ജീവിതമാകുന്ന, ആ കുടുംബമാകുന്ന ആ വഞ്ചിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. ഒന്നും പറഞ്ഞു പോകത്തില്ല, ഒന്നും നഷ്ടമാകത്തില്ല. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, 39-ാമത്തെ വാക്യം. അവൻ ഉണർന്ന് അവിടെ എഴുന്നേറ്റു നിന്ന്. എവിടെ എഴുന്നേറ്റ് നിന്നു? അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, എവിടെയെങ്കിലും പിടിച്ചേ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം കൊടുങ്കാറ്റും തിരമാല ആഞ്ഞടിക്കുവാണ്.
കൊടുങ്കാറ്റും തിരമാല ആഞ്ഞടിക്കുമ്പോൾ നമ്മളൊരു വീടിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് പോലെ നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റില്ല, എവിടെയെങ്കിലും പിടിച്ചേ നിൽക്കാൻ പറ്റുള്ളൂ. അവൻ ഉണർന്ന് അവിടെ എഴുന്നേറ്റ് നിന്നു. അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് അടുത്ത വാക്യമാണ്, കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു. ആ വാക്ക് അവിടെ അത്ഭുതം ഉണ്ടാക്കുവാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കാമോ? ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതം മുങ്ങിപ്പോകുകയില്ലെന്ന് 1000 വട്ടം ഒരു കടലാസിൽ എഴുതി വെച്ചു. 1000 വട്ടം ദൈവം കൂടെ ഉണ്ടെങ്കിൽ മുക്കാൻ ഉദ്ദേശിക്കുന്ന പലരും നമ്മുടെ ജീവിതത്തിലുണ്ട്. നീ ഒന്ന് മുങ്ങിക്കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളെ നേരെ നോക്കി ചിരിച്ചു കാണിക്കുന്നവർ പോലും നീ ഒന്ന് മറിഞ്ഞായിരുന്നെങ്കിൽ, നീ ഒന്ന് മുങ്ങിക്കാണണമെന്ന് ഉള്ളിൽ ആഗ്രഹിച്ച പുറത്ത് ചിരിച്ചു കാണിക്കുന്നത്. പക്ഷെ ജീവിതം എന്നാ മറിയാത്തത്? എൻ്റെ ജീവിതത്തിന്റെ അമരത്ത് കർത്താവുണ്ട്.